സോ ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുക മൈൻക്രാഫ്റ്റ് മൾട്ടിപ്ലെയർ സ്കൈ ബ്ലോക്കുമായിട്ടാണ് ഗൈസ്. നമ്മുടെ അപ്പം മൾട്ടിപ്ലെയർ കളിക്കാനുള്ളത് മറ്റൊരുമല്ല, നമ്മുടെ ടൈറ്റർ റെഡും അഡ്മെന്യു ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ സർവൈവൽ പോലെ നമ്മൾ വുഡ് വെട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വുഡ് വെട്ടുന്നതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാവുന്ന ചാനലൊന്ന് പോടാ ടൈറ്റാ. ഇവിടെ കഥ പറയുമ്പോഴാണ് രണ്ടും അടിയോടിയിട്ടിരിക്കുന്നത്. വാ വാ വാ, ഒക്കെ തന്നെ അടിച്ച് പൊളിച്ചു തരാം. വാ വാ പന്നികളെ അടിച്ച് പൊളിക്ക് ഗൈസ്. ഇത് പാർട്ടായിട്ട് ഇടാമെന്നാണ് ഞാൻ നോക്കുന്നത് ഗൈസ്. സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ പാർട്ടായിട്ട് ഇടുന്നതാണ്. അപ്പോൾ മരം വെട്ട പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഒരു മരം നിലത്ത് പോയി ഓടി പോയി തേങ്ങ ഗൈസ്. സ്കൈ ബ്ലോക്കിൽ മെയിനായിട്ട് വേണ്ടിയത് നമ്മുടെ വുഡാണ്. ഗൈസ് കോബിൾ സ്റ്റോൺ ഉണ്ടാക്കാൻ ഇതിലൊരു ജനറേറ്റർ ഉണ്ടാക്കണം ഗൈസ്. ജനറേറ്ററിന് ഇവർ തന്നെ തന്നിട്ടുണ്ട് ഒരു ഐസും ഒരു ലാവ ബക്കറ്റുമാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇടാം. പക്ഷെ ഇവരാണെങ്കിൽ ഫുൾ അടിയും വെക്കാനാണ് ഗൈസ്. രണ്ടുപേരും ഒപ്പം നിലത്ത് പോകണം ഗൈസ്. നമുക്ക് സാപ്ലിംഗ് എടുക്കണം. സാപ്ലിംഗ് ആണ് ഇതിൽ മെയിൻ ഗൈസ്. നമുക്ക് ഈ എപ്പിസോഡിൽ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്ററും പിന്നെ ഒരൊറ്റ ഐലൻഡിലേക്ക് നമുക്കൊരു പാലവും ഉണ്ടാക്കിയിട്ടാണ് ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ആക്കുന്നത് ഗൈസ്. അപ്പോൾ എങ്ങനെ നോക്കാം എന്തൊക്കെ ഉണ്ടാവുമെന്ന് ഗൈസ്. നിരത്ത് പോയാൽ ഈ വുഡൊക്കെ പോയി ആദ്യം മുതൽ വേൾഡ് ഇതാക്കണം. സ്റ്റിക്ക് കിട്ടി. ഓ, ഒരു ആപ്പിളും കൂടി കിട്ടുകയാണെങ്കിൽ അടിപൊളി ഉണ്ടാവും ഫുഡ് ഗൈസ്. ടൈറ്റർ റെഡ് വെറുതെ നിലത്ത് വീഴുന്നുണ്ട് ഗൈസ്. 3 സാപ്ലിങ്. ഇതെന്താ ഇവിടെ ഒരു ഓട്ട ഗൈസ്. അവരിൻ്റെ സൗണ്ട് എന്തോ ഗ്ലിച്ചായിട്ടാണ് പോയത് തോന്നുന്നത് ഗൈസ്. എൻ്റെ സൗണ്ട് ഞാൻ ഡിസ്കോഡിലാണ് കളിക്കുന്നത്, പക്ഷേ അവരുടെ സൗണ്ട് വന്നില്ല, എന്താണെന്നറിയില്ല ഗൈസ്. നമ്മൾ ഇങ്ങനെയാണ് കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കേണ്ടത് ഗൈസ്. ആദ്യം 2 ബ്ലോക്കിൽ കുഴിച്ച് 3 ബ്ലോക്ക് കുഴിച്ചിട്ട് 1 ബ്ലോക്ക് ഡിഗ് ചെയ്തിട്ട് 2 ബ്ലോക്കും കൂടി കുഴിച്ചിട്ട് അതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി കളിക്കേണ്ടവർ ഗൈസ്. സ്കൈ ബ്ലോക്ക് വേണ്ടിയവർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എന്തോ മോഡ് PC എന്തോ പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അതിൽ കൂടെ കയറ്റാമെന്നാണ് നമ്മുടെ സ്കൈ ബ്ലോക്ക് ഗൈസ്. നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. അതിന് ആദ്യം ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരു 2 സ്റ്റിക്കും വേണം ഗൈസ്. ഉണ്ടാക്കാം ഗൈസ്. ഇവര് ഫുൾ അടിയാണ് ഗൈസ്. വെറുതെ സ്കൈ ബ്ലോക്ക് വേണ്ട, ഇത് വെറുതെ ഏതെങ്കിലും സർവൈവൽ തുടങ്ങിയാൽ മതിയായിരുന്നു എന്നുണ്ടായി. ഇത് ഫുൾ അടിയും വെക്കാണോ ഗൈസ്. നമുക്കിനി ലാവയും ഐസ് കൊടുക്കാം. ഐസ് ലാവ ബക്കറ്റ് ഗൈസ്. ഈ ലാവ ബക്കറ്റ് മറ്റേ നിലത്ത് പോയാൽ സീനാവും ഗൈസ്. ആദ്യം നമ്മൾ ഐസ് വെച്ച് ഐസ് ബ്രേക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ അവിടെ ഒരു ലാവ വെക്കണം ഗൈസ്. കണ്ട അട്ടിയാണ്, ഞാൻ ആ ലാവയൊക്കെ തള്ളിയിടും ഗൈസിന്. ഇവിടെ ഗൈസ് നമ്മൾ ഇവിടെ വെട്ടേണ്ടത് അപ്പുറത്ത് തിരിച്ച് വെട്ടിയിട്ട് ഇവിടെ ഫുള്ള് ഓട്ടയാക്കി വെച്ചിരിക്കണം ഗൈസ്. ഇവര് മിക്കവാറും അടുത്ത കളി 2നെ തട്ടേണ്ടി വരും ഗൈസ്. ഒരു മിനിറ്റ്, ഇവർ ഷിഫ്റ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. അടിയാവാനുള്ള പ്ലാനാണ് തോന്നുന്നത്. ഞാൻ അടിയായ ഒക്കത്തിനെ കൊല്ലും ആയിക്കോ ഗൈസ്. നമുക്ക് കോബിൾ സ്റ്റോൺ വെട്ടാം ഗൈസ്. ഇവിടെ ഡയറക്റ്റ് വേണമല്ലോ കുഴി അടക്കാൻ. ഇവർ വെറും കുഴിയാക്കണം ഗൈസ്. ഇത് വെറും അട്ടിയും വെക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് ഇതിൻ്റെ കഴിഞ്ഞിട്ടുള്ളൂ ഗൈസ്. നമ്മുടെ ചാറ്റ് ബോക്സ് എടുത്തതിന് ഫുള്ള് ഇവർ ഡെഡ് ഫെൽ ഔട്ട് ദ വേൾഡ് ഗൈസ്. ഒരു ഇതെടുത്തിട്ടുണ്ട് ഗൈസ്. പ്ലാങ്ക് വെക്കാം, ഇല്ലെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ഡേർട്ടൊക്കെ പൊട്ടിപ്പോവും. കത്തി ഗൈസ്. മരം കത്തി. ഞാനും കത്തി നിൽത്തു. എന്തോ ഒരു ഷിഫ്റ്റിൽ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു ഗൈസ്. വള്ളത്തിൽ നിൽക്കാം. ഗൈസ് എല്ലാവരും കത്തുന്നു. മരം കത്തിയാൽ ഗൈസ്. വാളം ബക്കറ്റ് അതിൽ വെക്കാം, ഇല്ലെങ്കിൽ അത് വുഡൊക്കെ പോയിക്കാണ് പിന്നെ വേൾഡ് ഫുള്ളായി ഡിലീറ്റ് ആക്കേണ്ടി വരും ഗൈസ്. കുറച്ച് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യാം ഗൈസ്. നമുക്കൊരു പിക്കാക്സാണ് വേണ്ടിയത് ഗൈസ്. മരം പിന്നെയും കത്തി എഗെയിൻ ഗൈസ്. അതോ ഗൈസ് നമുക്ക് വുഡ് മൂടാം ഗൈസ്. അവിടെ സാപ്ലിങ് വെച്ചിട്ടുണ്ട്, ആയിക്കന്നെ രക്ഷപ്പെട്ടു. അവിടെ 2 സാപ്ലിങ് ഉണ്ട് ഓൾറെഡി ഗൈസ്. നമുക്ക് സ്റ്റിക്ക് എടുക്കാം. സ്റ്റിക്ക് എടുത്ത് നമുക്കൊരു പിക്കാക്സ് അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്യാം. സ്റ്റോൺ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തു. ഇനി സ്പീഡിൽ നമുക്ക് ഇതാക്കാം ഗൈസ്. നമ്മുടെ വീഡിയോ സ്പീഡാക്കുന്നുണ്ട്. നമ്മുടെ ലാഗ് അടിക്കേണ്ട വേണ്ടിയിട്ടാണ് ഗൈസ്. ഇത് കുറേ വേണം നമുക്ക്. ഇതാണ്
വീഡിയോ സ്പീഡാക്കിയത്. അവർ ഇവിടെ എന്തൊക്കെയോ ഇമോട്ടൊക്കെ ഇടുന്നുണ്ട് ഗൈസ്. രണ്ടും പൊട്ടന്മാരാണ് ഗൈസ്. ഇത് പിക്കാക്സ് എല്ലാം വെച്ചിട്ട് ഹങ്കർ കൂട്ടാൻ നമ്മൾ ഒരൊറ്റ ട്രിക്കാണുള്ളൂ. നേരെ അടിക്ക് വീഴ ചാവുക. ഗൈസ് മൂഞ്ചി. വേൾഡ് സ്പോണിലാണ് ഞാൻ കൊണ്ടുപോയി ലാവ വെച്ചത്. കിടിലൻ. എല്ലാവരും ചത്തു. അടിപൊളി. വരുന്നു ചാവുന്നു പോണു ഗൈസ്. ലൈറ്റ് സോഴ്സ് പോയി. ഫൈനലി ലൈറ്റ് സോഴ്സും അതിനെ പോയി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ലാവ് മൂടിയിട്ടില്ലെങ്കിൽ ഉള്ള മരവും കൂടി കത്തിപ്പോവും ഗൈസ്. ഗൈസ് നമുക്ക് ഒരു 20 സ്റ്റോണും കൂടി എടുത്തിട്ട് നമുക്കൊരു പാലം പണിയാൻ തുടങ്ങാം ഗൈസ്. ഗൈസ് നമ്മൾ സ്കൈ ബ്ലോക്കിൽ സ്ലാബാണ് വെക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇവിടെ എല്ലാവിടെയും ഹാഫ് സ്ലാബാണ് വെക്കേണ്ടത് ഗൈസ്. ഇല്ലെങ്കിൽ ഇവിടെ എല്ലാവിടെയും നമ്മുടെ മോബ് സ്പോണാവും. സ്കെലിറ്റൻ, ക്രീപ്പർ, സോംബി എല്ലാം സ്പോണാവും ഗൈസ്. അതിന് മുന്നേ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. തെറ്റി. ഹാഫ് സ്ലാബ് പറയുമ്പോൾ ഒരു ബ്ലോക്കിൻ്റെ സെൻറ്ററിലാണ് ഗൈസ് വെക്കേണ്ടത്. കണ്ടോ? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ സ്പോണാവില്ല. ഇവർ ഫുള്ള് ചാവലാണല്ലോ. എന്തുവാ ഇത്? കണ്ട വെറുതെ ചാവുന്നു. ഇവർ ചാവാൻ വേണ്ടി കളിക്കാൻ വന്നാണ് തോന്നുന്നത് എനിക്ക്. ശരി, എന്തുവാ ഇത് ഇങ്ങനെ ചാവുന്നത്? എന്നെ തള്ളിയിട്ട് ഞാൻ പിന്നെ ഇത് പൊട്ടിക്കുക. ഇവർ വെറും വെക്കാനാണ്. സ്ലാബും കൂടി വെക്കാം. ഇനി ബ്രിഡ്ജ് ഉണ്ടാക്കി തുടങ്ങാം ഗൈസ്. ഗൈസ് ഒരു ബ്ലോക്ക് എക്സ്ട്രാ വന്നു. പൊട്ടിക്കാം ഗൈസ്. കുറേ ബ്ലോക്ക് വോയിഡിൽ പോകുന്നുണ്ട്. പക്ഷെ രാവിലെ ആവണ്ടോന്നൊരു ഡൗട്ട്. രാവിലെ ആയാൽ പിന്നെ കുഴപ്പമില്ല ഗൈസ്. പിന്നെ ഇത് സ്കൈ ബ്ലോക്കിൽ മെയിനായിട്ട് പ്രശ്നം ഫാൻ്റെ സ്പോണാവും ഉറങ്ങിയിട്ടില്ലെങ്കിൽ. മൈൻ ക്രാഫ്റ്റ് കളിക്കുന്നവർക്കറിയാം ഫാൻ്റെ സ്പോണാവുമെന്ന്. ഗൈസ് ഒന്നുകൂടി സ്പീഡ് കൂട്ടുന്നുണ്ട് ഗൈസ്. നമ്മുടെ വീഡിയോ നല്ല ലോങ് ആവും. അതാണ് ഗൈസ് ലെങ്ത് കൂടും. ലാഗ് അടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടുന്നത്. നമുക്ക് ബ്ലോക്ക് ഒട്ടിക്കാം ഗൈസ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ മോബ് സ്പോണാവും ഗൈസ്. ഇവർക്ക് പ്രാന്താണ് തോന്നുന്നത്. ചത്തിട്ടേ ഇരിക്കുന്നത് ഗൈസ്. കുറച്ച് ബ്ലോക്കിൻ്റെ കൂടി ആവശ്യമുണ്ട് തോന്നുന്നു അവിടെ എത്താനേ ഗൈസ്. അടിയിലൊക്കെ എന്തൊക്കെയോ കാണുന്നുണ്ട്. അത് നമുക്ക് പിന്നത്തെ വരുന്ന എപ്പിസോഡുകൾക്ക് നമുക്ക് ഫ്യൂച്ചർ എപ്പിസോഡിൽ അങ്ങോട്ട് പോവാം. അവിടെ എത്താനായി. ഇവർ പിന്നാലെ ഇവരുടെ ബ്ലോക്ക് മൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഇവർ പിന്നാലെ വന്നിരിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ അടികൂടി ചാവും ഗൈസ്. കൗ സ്പോണായി ഗൈസ്. കൗ ബ്രോ സീന് കൊല്ലാം. നമുക്കൊരു സോഡ് ഉണ്ടാക്കാം. അതിൻ്റെ ഉള്ളിൽ തന്നെ പോയിരുന്നല്ലോ. ഇനി സിമ്പിളായി കൊല്ലാം ഗൈസ്. ടൈറ്റൻ അപ്പോഴും ചാവൽ തന്നെ പണി. ഗൈസ് അവനെ കൊന്നവൻ വോയിഡിൽ പോകും. അവൻ്റെ ഫുഡൊക്കെ ഗൈസ് അവനെ എങ്ങനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അവൻ വന്ന് ഗൈസ്. ഫോൺ ലാഗായി. സോറി ഗൈസ്. നമുക്ക് അവനെ ഒരു ഒറ്റ വെട്ടും കൂടി. ഒരു വെട്ട് വേണ്ടി 2 വെട്ട് കൊടുത്തില്ലേ? നെറ്റ് പോയാ ഗൈസ്. അയ്യോ നിലത്ത് വീണില്ല. എന്തോ ഒരു പായത്തിലാവാൻ നിന്ന് ഗൈസ്. സ്കൈ ബ്ലോക്കിൽ ഫുഡ് ഒത്തിരിതാണ്. ഈ ടൈറ്റൻ വെറും ചാവൽ തന്നെയാണ് ഗൈസ്. ബ്ലോക്കൊക്കെ അല്ല മാറി മെന്യു ഗൈസ്. അവനെ കൊന്നവൻ്റെ എടുത്തിട്ടുണ്ട് ഗൈസ്. ലെതർ കിട്ടിയെന്ന് തോന്നുന്നു ഗൈസ്. റോ ബീഫ് ഗൈസ്. നമുക്ക് കുറച്ച് ബ്ലോക്കും കൂടി എടുത്തിട്ട് നമുക്ക് അപ്പുറത്തെ ഐലൻഡിൽ പോയിട്ട് എപ്പിസോഡ് നമുക്ക് തീർക്കാം ഗൈസ്. അപ്പുറത്തെ ഐലൻഡിൽ പോകണം ഗൈസ്. മരം വളർന്ന് ഗൈസ്. ടൈറ്റൻ അപ്പോഴും സാപ്ലിങ് എടുക്കാൻ നോക്കുകയാണ് ഗൈസ്. 24 സ്ലാബ് ആവുള്ളൂ ഗൈസ്. മെയിനോട് എത്തിയേ തോന്നുന്നു ഗൈസ്. ഇതിൽ വുഡാണ് മെയിൻ. നമുക്ക് ഡാർക്ക് ഓക്ക് അവിടെ കാണുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. പിന്നെ എടുക്കാം ഗൈസ്. കുറച്ച് ബ്ലോക്കും കൂടി മതി ഗൈസ്. അവിടെ എന്താണെന്ന് അറിയില്ല. അവിടെ എന്തോ ഉണ്ട് അടിയിൽ. എന്താണെന്ന് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. അടുത്ത എപ്പിസോഡ് എന്താണെന്ന് അറിയില്ല.
അടുത്ത എപ്പിസോഡ് നമുക്ക് നോക്കാം. ഇറ്റ്സ് ഓൾ റിന്യൂവബിൾ ഗൈസ്. ഇതിൽ വെറൈറ്റി അച്ചീവ്മെൻറ്റ്സാണ് നമുക്ക് കിട്ടുക. സ്കൈ ബ്ലോക്ക് കളിക്കുന്നവർക്ക് അറിയായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള ഓരോ അച്ചീവ്മെൻ്റാണ് ഗൈസ്. ഇവിടെയും കൂടി ബ്ലോക്ക് വെക്കാം. യെസ്, മാംഗ്രൂ റൂട്ട്സ് എടുത്തിട്ട് നമുക്ക് മാംഗ്രൂ വുഡ് എടുക്കാൻ കയറാം. എനിക്ക് മാംഗ്രൂവിൽ ഇഷ്ടപ്പെട്ടത് ഈ ട്രാപ്പ് ഡോറാണ് ഗൈസ്. മാംഗ്രൂ ട്രാപ്പ് ഡോർ അടിപൊളി ഒരു നമുക്ക് എന്താ ഇപ്പോൾ പറയുക, സ്ലാബ് എടുത്ത് നമുക്ക് വെക്കാം. ഇത്തെ സാപ്ലിങ് എടുത്തിട്ട് ഇതാക്കാം. നമുക്ക് ഇറ്റ്സ് ഓൾ റിന്യൂവബിൾ പറയുന്ന പോലെ ഒരു അച്ചീവ്മെൻ്റ് കൂടി കിട്ടും തോന്നുന്നു. മേലെ കയറാൻ നല്ല സമയം എടുക്കും. വുഡ് ടൈറ്റന് എന്താ ഫാസ്റ്റ് മേലെത്തി ഗൈസ്. അവൻ മേലെ നിന്ന് ഓരോന്ന് പൊട്ടിക്കുന്നുണ്ട് ഗൈസ്. സാപ്ലിങ് കിട്ടുന്നില്ല ഗൈസ്. സാപ്ലിങ് ഒന്നുപോലും കിട്ടിയില്ല ഗൈസ്. പറ്റിച്ചു ഗൈസ്. ഒരു സാപ്ലിങ് പോലും തന്നില്ല ഗൈസ്. നമുക്ക് മാംഗ്രൂ അല്ല മോസ് കാർപ്പറ്റാണ് തോന്നുന്നത് ഗൈസ്. ടൈറ്റൻ അപ്പോഴും ചാവൽ തന്നെ ഫുള്ള്. എവിടെ വന്നാലും ചാവും ഗൈസ്. ഫാസ്റ്റിൽ ഓടുന്നുണ്ട്. ഇവിടുന്ന് വീണ ഉള്ള വുഡും പോവും. ഇവിടുത്തെ വുഡ് പോയാൽ കുഴപ്പമില്ല, അവിടെ സാപ്ലിങ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ എല്ലാ വുഡിൻ്റെയും ഒരു എന്തെങ്കിലും വേണ്ടേ ഗൈസ്. ടൈറ്റിൻ്റെ തല എല്ലാം കളഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് ചെസ്റ്റിക്ക് വെക്കാം എല്ലാം കിട്ടിയ സാധനം. ട്രിപ്പ് ലീഫ് ഫീൽ വെച്ചിട്ടുണ്ട്. ട്രിപ്പ് ലീഫ് എന്തോ പേര് വേറെന്തോ ആണ്, എന്നാലും കുഴപ്പമില്ല ഗൈസ്. ഡ്രിപ്പ് ലീഫ് ഇവിടെ നമുക്ക് മറ്റേ വാട്ടർ സോഴ്സിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ തോന്നുന്നു ഗൈസ്. ഗൈസ് മെനു സെല്ലോട്ട് ഗൈസ്. ഇവര് വെറും ചാവലാണ് ഗൈസ്. ഉള്ളല്ലാതെ നമുക്ക് അതിൽ വെക്കാം ഗൈസ്. മെനു ഗൈസ്. അവൻ മെനു അതിൻ്റെ മേലെ വെച്ച് ഞാൻ ഫുഡ് ഗൈസ്. അവർ ലെഫ്റ്റായി. നെറ്റ് എന്തോ പോയി എന്നാണ് അവർ പറയുന്നത് ഗൈസ്. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഗൈസ്, അല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ പാർട്ട് 2 ലോഡിംഗ് ആണ്.